അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പർ വാൻ ട്രിപ്പ് ഡേ 6 ആയി. വി ആർ ക്യാമ്പിംഗ് റൈറ്റ് നെക്സ്റ്റ് ടു മൗണ്ട് തരാനാക്കി. അപ്പോൾ രാവിലെ കോഫിയൊക്കെ കുടിച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ ക്യാമ്പ് ചെയ്ത സ്ഥലത്തു നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ. അത് സ്ട്രാറ്റ്ഫോർഡ് എന്ന ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ലോഡ്ജാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള കാർ പാർക്കിലാണ് ഞങ്ങൾ ക്യാമ്പ് ചെയ്തത്. ഇവിടുന്ന് മൗണ്ട് തരാനാക്കി വ്യൂ ഒക്കെ കിട്ടേണ്ടതാണ്. പക്ഷേ ക്ലൗഡി ഡേ ആയതുകൊണ്ട് രാവിലെയും വ്യൂ ഒന്നും ആയിട്ടില്ല. മൗണ്ട് തരാനാക്കി വ്യൂ കിട്ടുമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നൂഡിൽസൊക്കെ ഉണ്ടാക്കി. ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞങ്ങൾ മൗണ്ട് തരാനാക്കി ലക്ഷ്യമാക്കി യാത്രയാവാണ്. സോ വി ആർ ഗോയിങ് റൈറ്റ് ടു ദ ബോട്ടം ഓഫ് മൗണ്ട് തരാനാക്കി. അപ്പോൾ ഇവിടെയാണ് ആ ബേസ് ക്യാമ്പ്. അപ്പോൾ അതാ ഫുൾ മിസ്റ്റി ആൻഡ് ഫോഗിയാണ്. ഇപ്പോഴും മൗണ്ടൻ വ്യൂ കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മൗണ്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ട്രാക്ക് ഓപ്പൺ ആണ്. ദാറ്റ് മീൻസ് വെതർ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ സിവിയർ വെതറൊക്കെ ആണെങ്കിൽ ട്രാക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതൊരു ചെറിയ തുരങ്കമാണ് കേട്ടോ. മൗണ്ടൻ്റെ ഉള്ളിലൂടെ ഉള്ളൊരു ചെറിയ തുരങ്കം. ഇവിടെ സ്ലിപ്പ് പ്രോൺ ഏരിയ ആയതുകൊണ്ടാണ് ആ ഒരു തുരങ്കം വെച്ചിരിക്കുന്നത് ഫോർ അവർ സേഫ്റ്റി. ഞങ്ങളിങ്ങനെ നടന്ന് വന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു സർപ്രൈസ് പോലെ ഒരു ബ്രിഡ്ജ് കണ്ടത്. അങ്ങനെ ആ ബ്രിഡ്ജ് കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ ബ്രിഡ്ജ് കയറാൻ തുടങ്ങി. ഇതൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. മംഗനൂയി ഗോർജ് ബ്രിഡ്ജ് എന്നാണ് കേട്ടോ ഈ ബ്രിഡ്ജിന് പറയണത്. ഈ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തിട്ട് 1 വർഷമേ ആവുന്നുള്ളൂ. അപ്പോൾ ഒരു മനോഹരമായ 100 മീറ്റർ ലോങ് സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അപ്പോൾ അത് കൺസ്ട്രക്ട് ചെയ്ത രീതിയും ഒക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ വിസ്മയിച്ച് അതിലൂടെ ഇങ്ങനെ പോയി. അപ്പോൾ ഞങ്ങളീ പോകുന്ന ദിവസം ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് 1 ഇയർ കംപ്ലീറ്റ് ആവുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഈ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്ത കുറച്ച് ആളുകളെയും ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റിയത്. അവരാണ് അവിടെ ആ ബ്രിഡ്ജിൽ നിൽക്കുന്നത്. അപ്പോൾ അവർ ബ്രിഡ്ജ് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതൊരു നല്ല മൊമെൻ്റ് ആയിരുന്നു. അവരായിട്ട് ഇതൊക്കെ ഷെയർ ചെയ്യാനും എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തത്. വെറും 6 മാസം കൊണ്ടാണ് അവരിത് കൺസ്ട്രക്ട് ചെയ്തത്. അത് ഹെലികോപ്റ്ററിൽ ഒക്കെ യൂസ് ചെയ്തിട്ടാണ്, ക്രെയിനൊക്കെ കൊണ്ടുവന്നാണ് അവരിത് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഞങ്ങൾ മൗണ്ടൻ്റെ താഴെ എത്തി. ഇതൊരു പബ്ലിക് ഷെൽട്ടറാണ്. ഇവിടെ ടോയ്ലറ്റ്സ് അങ്ങനെ മറ്റു സൗകര്യങ്ങളൊക്കെ കൊണ്ട് ഫ്രീ ആക്സസ് ആണ്, നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ ഞങ്ങൾ അതൊക്കെ ഒന്ന് കറങ്ങി കണ്ടു. മൗണ്ടൻ്റെ ഇപ്പോൾ ടോപ്പ് ഇപ്പോഴും വ്യൂ വരുന്നേ ഉള്ളൂ. ഇതാണ് പബ്ലിക് ഷെൽട്ടർ. അപ്പോൾ അതിൻ്റെ അകമൊക്കെ കാണിച്ചു തരാം. നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ നിറയെ സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് നല്ല മൗണ്ടനൊക്കെ കാണാം. ആ കാണുന്ന ലോഡ്ജ് ടഹൂരംഗി ലോഡ്ജാണ്. അത് മൗണ്ടൻ്റെ കുറേയും കൂടെ ടോപ്പിലാണ് കേട്ടോ. അവിടെയും നമുക്ക് സ്റ്റേ ആൻഡ് അക്കോമഡേഷൻ ഉണ്ട്. അത് നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് വളരെ ചീപ്പാണ്. $100 ഉള്ളൂ ഹോൾ ഫാമിലിക്ക് താമസിക്കാനായിട്ട്. അപ്പോൾ 2 ലോഡ്ജസ് ഉണ്ട്. മംഗനൂയി ലോഡ്ജ് എന്ന് പറഞ്ഞ് മൗണ്ടൻ്റെ തൊട്ട് താഴെയും, ഈ ടഹൂരംഗി ലോഡ്ജ് എന്ന് പറഞ്ഞ് മൗണ്ടൻ്റെ കുറച്ച് മിഡിലായിട്ട് നടുക്കായിട്ട് ഏകദേശം ടോപ്പായിട്ട് ഉള്ളൊരു ലോഡ്ജും ഉണ്ട്. അപ്പോൾ ഇതാണ് മൗണ്ട് തരാനാക്കി. ഞങ്ങൾക്ക് ക്ലിയർ വ്യൂ കിട്ടിയിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ. മൗണ്ടിൻ്റെ ടോപ്പൊക്കെ കിട്ടി. സ്നോ ഒക്കെ ആയി വരുന്നേ ഉള്ളൂ ഈ സൈഡിൽ. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ സൈഡിൽ കുറേയും കൂടെ സ്നോ ഉണ്ട്. അതേ എൻ്റെ കയ്യിൽ ടാറ്റു ചെയ്തിരിക്കുന്ന ഈ മൗണ്ട് തരാനാക്കി. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ കാണിച്ച് കുറച്ച് റീൽസൊക്കെ ചെയ്തു. മൗണ്ട് തരാനാക്കിയോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. മൗണ്ട് തരാനാക്കി ഈസ് ദ second highest mountain in North Island in New Zealand after Mount Ruapehu. It's not an active volcano. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിക്കൊന്നും വേണ്ട പുള്ളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൗണ്ട് തരാനാക്കി. ഐ മീൻ ലവ് വിത്ത് മൗണ്ട് തരാനാക്കി. അങ്ങനെ മൗണ്ട് തരാനാക്കിയൊക്കെ കണ്ട് എന്തെങ്കിലും എനിക്ക് മൗണ്ട് തരാനാക്കിയുടെ മുകളിലൊക്കെ ഹൈക്ക് ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്, സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതെന്തെങ്കിലും ഞാൻ ചെയ്യും. ഞാനത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ പല വീഡിയോസിലായിട്ട് പറയുന്നൊരു കാര്യമാണ്. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ മൗണ്ട് തരാനാക്കി സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അത് അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യും. അങ്ങനെ മൗണ്ട് തരാനാക്കിയോട് ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹൗറ ഹോമിലേക്ക് പോവാണ്. റെയിൻബോ ഒക്കെ കാണാം. ഞങ്ങളതേ ഹൗറ ഹോമിലെത്തി. ഇതാണ് ഞങ്ങളുടെ സെക്കൻഡ് ഹോം. ഇവിടെ ഞങ്ങളുടെ ഓക്ലൻഡിൽ വീട് മേടിച്ച ശേഷം ഞങ്ങൾ 2021 കേട്ടോ ഈ വീട് മേടിച്ചത്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. വീട് ലുക്സ് ക്ലീൻ.